ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി വയനാട്ടിലേക്ക് എത്തുകയാണ്, കേരളത്തിലേക്ക് എത്തുകയാണ്. രാവിലെ കോഴിക്കോട് എയർപോർട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധി 10 മണിക്ക് എടവണ്ണയിലും ഉച്ചയ്ക്ക് 2 മണിക്ക് കൽപ്പറ്റയിലും നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. തുടർന്ന് റോഡ് മാർഗം കണ്ണൂരിലെത്തി കണ്ണൂർ എയർപോർട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരികയാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമോ, അല്ലോ അത് മണ്ഡലം വിടാനുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട്. എപ്പോഴാണ് അദ്ദേഹം വരിക? വിവരങ്ങൾ. അശ്വതി, ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്ക് ഏറ്റവും പുതുതായിട്ട് ലഭിച്ച വിവരം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം അല്പം വൈകും എന്നുള്ളതാണ്. കാരണം കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം കരിപ്പൂരിൽ വിമാനങ്ങൾക്ക് ഇറങ്ങുന്നതിന് അല്പം കാലതാമസം ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനം 10 മണിയോടെ മാത്രമേ കരിപ്പൂരിൽ എത്തിച്ചേരുകയുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എടവണ്ണയിലെ നിശ്ചയിച്ച പരിപാടിയും 1 മണിക്കൂറിലധികം സമയം വൈകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയമാറ്റം കൽപ്പറ്റയിലേക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം മണ്ഡലത്തിലെത്തുന്നത്. അദ്ദേഹം മണ്ഡലത്തിൽ വയനാട് തുടരുമോ അതോ ഉത്തരേന്ത്യയിൽ ആയിരിക്കുമോ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ആ പ്രവർത്തകർക്ക് ഏറെ ആവേശമുണ്ട്. കാരണം രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം, അല്ലെങ്കിൽ രാഹുൽ വിട്ടുപോവുകയാണെങ്കിൽ എന്നൊരാവശ്യം വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം, അദ്ദേഹം വോട്ടർമാരോട് നന്ദി പറയുകയാകുമോ, യാത്ര പറയുകയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എന്തെങ്കിലും ഇത്തരത്തിലുള്ള സൂചനകൾ നൽകുമോ എന്നുള്ളതും കാത്തിരിക്കുകയാണ്. രാഹുലിന് വ്യക്തിപരമായി വയനാടിനോട് വളരെ വൈകാരികമായ അടുപ്പമുണ്ട്, ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വയനാട് തന്നെ തുടരുക എന്നുള്ളതാണ്. പക്ഷേ AICCയുടെ നിർദ്ദേശം അത് അദ്ദേഹത്തിന് പാലിക്കേണ്ടതായിട്ട് വരും. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വയനാട് സന്ദർശനം എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അദ്ദേഹം എന്ത് പറയും എന്നുള്ളത് കാത്തിരിക്കുകയാണ് വയനാട്ടുകാർ. എടവണ്ണയിലും കൽപ്പറ്റയിലും 2 ഇടങ്ങളിലാണ് അദ്ദേഹത്തിന് പൊതുസമ്മേളനമുള്ളത്. കാലാവസ്ഥ രാവിലെ മുതൽ മഴയുണ്ട്. അത് ഈ ഒരു പരിപാടികൾക്ക് ചെറിയ തടസ്സമായിട്ടുണ്ട് എന്നതിൽ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. എന്താണ്, അദ്ദേഹത്തിൻ്റെ വിമാനം എപ്പോൾ കരിപ്പൂരിൽ ഇറങ്ങുമെന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ എടവണ്ണയിലെ പരിപാടി തുടങ്ങാൻ വൈകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരെ